ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്ത് കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട, അതായത് വസ്തു വിക്കൽ വാങ്ങൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന, അതിപ്പോ പ്രാബല്യത്തിൽ വരുന്നതായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഡിജിറ്റൽ ലാൻഡ് സർവേ, അതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അതായത് എന്റെ ഭൂമി, അല്ലെങ്കിൽ ഡിജിറ്റൽ റീസർവേ എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്തിന് നമ്മൾ വില്ലേജിൽ നിന്ന് ഒരാൾ വന്നിട്ടായിരിക്കും അവിടുത്തെ ലാൻഡ് അളന്ന് തിട്ടപ്പെടുത്തുക. ആ ഒരു തിട്ടപ്പെടുത്തുന്ന ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ടാക്സ് അടയ്ക്കാനും അതുപോലെ തന്നെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരാം. ഇതിൽ ആ ഒരു സ്ഥലം അളക്കുന്നതിനെ നമുക്ക് ഡിജിറ്റലായിട്ട് കൊണ്ടുവരാം. അതാണ് ഈ ഒരു പദ്ധതിയിൽ അവർ തന്നെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ടായിട്ട് എല്ലാ വില്ലേജുകളും ഈ ഒരു എന്റെ ഭൂമി അതല്ലെങ്കിൽ ഡിജിറ്റൽ റീസർവേയുടെ അണ്ടറിൽ വന്നിട്ട് ഈ എല്ലാ ഭൂമിക്കും അളന്ന് അതിന്റെ ഡിജിറ്റൽ രൂപത്തിലാക്കിയിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ വസ്തു സംബന്ധമായ അല്ലെങ്കിൽ അതിർത്തി സംബന്ധമായ തർക്കങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഒഴിവായി കിട്ടും. ഇപ്പൊ ഈ ഒരു എന്റെ ഭൂമി പദ്ധതി RKI, അതായത് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്, ഈ ഒരു പദ്ധതിയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. സംസ്ഥാനത്തെ 1666 വില്ലേജുകളും ഇതേപോലെ ഡിജിറ്റൽ സർവേ ചെയ്ത് അളന്ന് തിട്ടപ്പെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു 116 വില്ലേജുകൾ ഓൾറെഡി അവർ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 1550 വില്ലേജുകളാണ് ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ലാൻഡ് സർവേയിൽ അവർ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു 4 വർഷത്തിനുള്ളിൽ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ വർഷം 400 വില്ലേജുകൾ അവർ കവർ ചെയ്യും. ലാസ്റ്റത്തെ വർഷം 350 വില്ലേജ്, ഇങ്ങനെയാണ് മൊത്തം വരുന്നത്. 94 വില്ലേജ് ഓൾറെഡി ഇവരേൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 22 വില്ലേജ് അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ 116 വില്ലേജുകൾ ഒഴികെ ബാക്കിയുള്ള 1550 വില്ലേജുകളുടെയാണ് ഈ ഒരു പദ്ധതിയിൽ വരുന്നത്. അതായത് ഡിജിറ്റലായിട്ട് അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കുക. അപ്പൊ ഈ സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാനത്ത് കാർഷിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും നടപ്പിൽ വരുത്തിയിട്ടുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാട്ടക്കാരും കുടികിടപ്പുകാരും ഭൂവുടമസ്ഥരായി മാറിയിട്ടുണ്ട്. ഈ പരിഷ്കരണങ്ങളൊക്കെ അതിവേഗം നിലയിൽ വന്നെങ്കിലും ഇതുമായി സംബന്ധിച്ച മാറ്റങ്ങൾ സർവേ രേഖകളിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു പുനർ സർവേ ആവശ്യമാണെന്ന് 1966 മെയ് 25 ഗവൺമെന്റ് ഉത്തരവിട്ടു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ റീസർവേ നിലയിൽ വന്നത്. അപ്പൊ ഈ റീസർവേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തുള്ള ഓരോ കൈവശ ഭൂമിയുടെയും സ്ഥാനം, അതിർത്തി, വിസ്തീർണം എന്നിവ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇത് ഫുള്ള് ഓരോ വില്ലേജും ഇതുപോലെ ഡിജിറ്റലായി മാറുമ്പോൾ ഓരോ വ്യക്തിയുടെയും ആധാരത്തിൽ പറഞ്ഞ ലാൻഡിന്റെ അളവ്, അതായത് സ്ഥലത്തിന്റെ അളവിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഇത് നടന്നു വരുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിർത്തിയൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് അതൊക്കെ ഫ്രീ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇനി അത് മാറി ഫീസ് അടച്ചൊക്കെ ചെയ്യേണ്ടി വരും. ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു കാര്യം ഇപ്പൊ ചെയ്തു വരുന്നത്. അപ്പോൾ എല്ലാ വില്ലേജുകളിലും ഇതായി തുടങ്ങിയിട്ടില്ല, ഒരുവിധമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് വെബ്സൈറ്റ് വരുന്നുണ്ട്. അതായത് ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് ആണ് എന്റെ ഭൂമി എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ്. ആ ഒരു വെബ്സൈറ്റിൽ കയറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓൾറെഡി ചെയ്ത ഒരാളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പുതിയതായിട്ട് ഈ വർഷം ഡിജിറ്റൽ സർവേ കഴിഞ്ഞുള്ള ഒരാളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി അത് 2 പേരുടെ പേരിലാണെന്നുണ്ടെങ്കിൽ ഈ 2 പേരുടെയും മൊബൈൽ നമ്പർ വെച്ചിട്ട് അത് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ ഈ 2 പാർട്ടിക്കും ഈ ഒരു സൈറ്റിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഡിജിറ്റൽ മാപ്പ് അവർക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാമെന്നും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ ഡിജിറ്റൽ മാപ്പ് കാണാമെന്നും ഇതിൽ
ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും അതായത് അളവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ മൊബൈലാണ് ഇപ്പോൾ നമ്മൾ വ്യൂ ചെയ്യാൻ പോകുന്നത്. അതിന് തന്നെ ക്രോം എടുക്കുക, അതിൽ എൻ്റെ ഭൂമി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു സൈറ്റ് വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിലാണ് ഈ ഒരു സൈറ്റ് മെയിനായിട്ടും അവർ ഉദ്ദേശിച്ച് കൊടുത്തേക്കുന്നത്. പക്ഷെ അവിടെ ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതൊന്നും അധികം കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ ഞാൻ ഈ മലയാളത്തിലാണ് ജസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ആ മെയിൻ പേജിൽ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ ഈ എൻ്റെ ഭൂമി പദ്ധതിയുടെ എല്ലാ കാര്യങ്ങളും അവർ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടവർക്ക് ആ ഒരു സൈറ്റ് നോക്കിയിട്ട് ഓരോരോ ഓപ്ഷൻസ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ എത്ര സർവേ കഴിഞ്ഞിട്ടുണ്ടെന്നും കറൻ്റിലി ഏത് സ്റ്റേജിലൊക്കെയാണെന്നും നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ കിട്ടും. പിന്നെ ആ ഹോം സ്ക്രീനിൽ തന്നെ കൂടുതൽ അറിയാമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വില്ലേജുകളുടെ ഇപ്പോൾ ഡിജിറ്റൽ സർവേ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇതിലിപ്പോൾ 186 വില്ലേജുകളുടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ താലൂക്കിൽ ഏതൊക്കെ വില്ലേജുകൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണ ഓപ്ഷനൊക്കെ കാണാം. അതായത് നമ്മുടെ ഫുൾ നെയിം, അതുപോലെ തന്നെ ജെൻഡർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അതിൽ വെരിഫൈ കൊടുക്കണം. വെരിഫൈ കൊടുക്കുമ്പോൾ ഒരു OTP ജനറേറ്റ് ചെയ്ത് വരും. ആ ഒരു OTP ജനറേറ്റ് ചെയ്ത് വന്നാൽ മാത്രമാണ് ഈ ഒരു മൊബൈൽ നമ്പർ ഇതിലേക്ക് ലിങ്ക് ആവുള്ളൂ. അതിനുശേഷം നമുക്കൊരു പാസ്വേഡ് ഇതിന് സെറ്റ് ചെയ്യാം. അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ കൊടുത്ത ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആവും. പിന്നെ ഈ ഒരു മൊബൈൽ നമ്പറും ആ ഒരു പാസ്വേഡും വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ. അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവിടെ നമുക്കത് കറക്റ്റായിട്ട് കാണിച്ചു തരും. ഈ ഒരു മൊബൈൽ നമ്പറിൽ ഒരു പ്രോപ്പർട്ടി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അതിൻ്റെ ഡീറ്റെയിൽ അവിടെ കാണിച്ചു തരുന്നത്. അതിൽ സർവേയുടെ പേരും അതുപോലെ തന്നെ വില്ലേജ്, പിന്നെ അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ സർവേക്ക് അത് ഓരോ സ്ഥലത്തിനും ഓരോ ബ്ലോക്ക് കോഡും അതുപോലെ തന്നെ സർവേ നമ്പർ ഉണ്ടായിരിക്കും. അത് അവിടെ നമുക്ക് കാണിച്ചു തരും. അതൊന്ന് ലെഫ്റ്റിലോട്ട് നീക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വ്യൂ ലാൻഡ് ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലാൻഡിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് അവിടെ കാണിച്ചു തരും. അതായത് സർവേയുടെ പേര്, ഏത് വില്ലേജിലത്തെയാണെന്നും, ജില്ല, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക്, അതുപോലെ തന്നെ സർവേ നമ്പർ, അതുപോലെ തന്നെ UL പിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡും ഇതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സർവേയുടെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പറും കറക്റ്റായിട്ട് കാണിച്ചു തരും. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് രജിസ്റ്റർ കംപ്ലൈൻറ്റ് എന്ന ഓപ്ഷനും ഉണ്ട്. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരും. അതിൽ റവന്യൂ രേഖകൾ പ്രകാരം എങ്ങനെയാണോ ആ ഒരു ലാൻഡിനെ കൊടുത്താക്കണത് ആ ഡീറ്റെയിൽസ് ഒക്കെയാണ് ആദ്യത്തെ സെക്ഷനിൽ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ റവന്യൂ രേഖകളിലൊക്കെ ഹെക്ടർ എന്നൊരു രീതിയിലാണ് നമ്മുടെ സ്ഥലത്തിനെ പറയാം. 0.0486 സ്ക്വയർ മീറ്റർ, അതായത് ഹെക്ടർ ആണ് ഈ ഒരു സ്ഥലത്തിന്റെ. അതായത് 12 സെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഹെക്ടറിനെ സെന്റ് ആക്കണേന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ കൂടെ ലിങ്ക് ചെയ്ത് കൊടുക്കാം, അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കാൻ വെച്ചാൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ റവന്യൂ രേഖകൾ പ്രകാരമുള്ള ഡീറ്റെയിൽസ് ആണ് ആദ്യം കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്ഥലത്തിന്റെ വിസ്തീർണം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അതായത് 0 ഹെക്ടർ 0.86 ആയിരിക്കും ഈ ഒരു പ്രോപ്പർട്ടിയുടെ മൊത്തം വിസ്തീർണം. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഏതാണ്, അതുപോലെ തന്നെ ആ ലാൻഡ് ഏത് ടൈപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ കാണിക്കുക. ഇതിപ്പോൾ പറമ്പാണ്, അതുകൊണ്ടാണ് പറമ്പിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ അവിടെ ബിൽഡിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട് അങ്ങനത്തെ വരും. പിന്നെ അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ജന്മിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ വിവരങ്ങൾ. അതായത് ഈ ഒരു ലാൻഡ്, അതായത് ഈ ഒരു സ്ഥലം ആരുടെ പേരിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണിച്ചു തരും. അതുപോലെ തന്നെ ഇവരുടെ നമ്പർ ലിങ്ക് ചെയ്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് 4 ഡിജിറ്റും നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഇപ്പോൾ ഇതിൽ 2 പേരുണ്ട്. അപ്പോൾ 2 പേരുടെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണിച്ചു തന്നെ. അതുപോലെ തന്നെ താമസക്കാരുടെ പേരെന്ന് പറഞ്ഞിട്ട് അതിൽ നമുക്ക് കാണിച്ചു തരും. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ് എന്ന് പറയുന്നത് വേറെ ആളുടെ പേരിലും താമസിക്കുന്നത് വേറെ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാണിക്കാനുള്ള ഓപ്ഷനാണ് ഇത്. പിന്നെ ഡിജിറ്റൽ സർവേ ഒബ്സർവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ സർവേ നടത്താനായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ പേര്, അതായത് അതിന്റെ മെയിൻ ആളുടെ പേരായിരിക്കും അതിലുണ്ടാവുക. അതുപോലെ തന്നെ ആ ഒരു ഡിജിറ്റൽ സർവേ പ്രകാരം അവർ എണ്ണി തിട്ടപ്പെടുത്തിയ ആ ഒരു ലാൻഡിന്റെ വിസ്തീർണം സ്ക്വയർ മീറ്ററിൽ അവിടെ കാണിച്ചു തരും. ഇത് നടത്താൻ വേണ്ടി സർവേ വകുപ്പ് 1500 സർവേയർമാരെയും 3200 സഹായികളെയും താൽക്കാലികമായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്രകാരം നിയമിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അതുപോലെ തന്നെ ഭൂമിയുടെ സ്കെച്ച്, അത് ഈ ഒരു സ്കെച്ചിന് അവര് ഒരു ഐഡന്റിറ്റി നമ്പർ കൊടുക്കുന്നുണ്ട് കോമൺ ആയിട്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് ഫുള്ള് ഇനി ട്രാക്കിങ് വരാം. അതിന് തൊട്ട് താഴെയായിട്ട് അതിന്റെ സ്കെച്ചും കാണാം. അതായത് ആ ഒരു ഭൂമിയുടെ കറക്റ്റ് ആയിട്ട് വരച്ച ലാൻഡ് മാർക്കും കാര്യങ്ങളൊക്കെ അതിൽ കാണാം. അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൽ വരുന്നത്. ഇനി ഇൻ കേസ് നമുക്ക് ഇത്
ലിങ്ക് ചെയ്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യണമെങ്കിൽ അതിൽ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് സർവേയുടെ നമ്പറും കൊടുത്ത് അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് ഒരു കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ബ്ലോക്ക് കോഡും സർവേ നമ്പറും കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് ഇതിൽ കിട്ടും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ കംപ്ലൈൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ആ രജിസ്റ്റർ കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡിൻ്റെ ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർ വന്ന് അത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മെയിൽ ത്രൂ ആയാലും മൊബൈൽ ത്രൂ ആയാലും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയ്ക്കാണ് ഡിജിറ്റൽ സർവേയിൽ വരുന്നത്. ഇത് ഫുള്ള് ഡിജിറ്റലാകുമ്പോൾ ഡിജിറ്റലായിട്ട്, അതായത് ഓൺലൈൻ വഴി ഓരോ സ്ഥലത്തെത്തിയും സ്ഥലങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സർക്കാർ ഭൂമി കയ്യേറിയ കാര്യങ്ങളും എല്ലാതും ഇതിൽ കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സർക്കാർ ഇടങ്ങളൊക്കെ കയ്യേറിയവർക്കൊക്കെ ഇതൊക്കെ ഒരു പ്രശ്നമായി മാറും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.